ഹലോ എവരി വൺ, വെൽക്കം ടു ഷെരീസ് ടേസ്റ്റ് ടൂർ. ഒരൊറ്റ മാരിനേഷൻ കൊണ്ട് ടേസ്റ്റിയായ രണ്ട് രീതിയിലുള്ള ചിക്കൻ്റെ ഡിഷ് തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഇത് അരി കൊണ്ടുള്ളതായിക്കോട്ടെ ഗോതമ്പ് കൊണ്ടുള്ളതായിക്കോട്ടെ ഏതൊരു ഡിഷിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം. ഇനി ചിക്കൻ കോട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഫ്ലോർ മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഗാർലിക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മാറ്റിവെച്ച ചിക്കൻ എടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കറിക്ക് ആവശ്യമുള്ളത്ര ചിക്കൻ നമുക്ക് ഈ ഒരു ഫ്ലോർ മിക്സിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കറിക്ക് ആവശ്യമായ അത്രയും ചിക്കൻ എടുത്ത് ഈ ഫ്ലോർ മിക്സിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ള ചിക്കൻ ഫ്ലോർ മിക്സിൽ കോട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഈ ഫ്ലോറിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചിക്കൻ ഓരോന്നായി ഇതിലിട്ട് ഫ്ലോർ മിക്സിൽ കോട്ട് ചെയ്തെടുക്കണം. ഫ്ലോർ മിക്സ് ബാക്കി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ കോട്ടിംഗ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി കോട്ടിംഗ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്നുകൂടി വെള്ളത്തിലേക്കിട്ട് തിരിച്ച് ഇതേപോലെ രണ്ടാമതും കോട്ടിംഗ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ മൈദ ഒട്ടും വേസ്റ്റ് ആവുകയുമില്ല, ചിക്കൻ നല്ല ക്രിസ്പിയായി കിട്ടുകയും ചെയ്യും. ഇനി കോട്ടിംഗ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ നന്നായി ചൂടായാൽ അതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കോട്ടിംഗ് ചെയ്ത് വെച്ച ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് മുഴുവനായും ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തത് കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് നല്ലതുപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ്റെ കളറൊക്കെ മാറിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേ ഓയിലിൽ തന്നെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. കഴിക്കാൻ നേരം ചൂടോടെ ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും. ഇപ്പോൾ ഇതും കുക്കായി നല്ലപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ചിക്കൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അടുത്തത് നമുക്ക് ചിക്കൻ്റെ കറി തയ്യാറാക്കി എടുക്കാം. ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കൂടുതലായുള്ള ഓയിൽ മാറ്റിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം വെച്ച് അതിലേക്ക് 2 ഉള്ളി, 2 ചെറിയ തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളകും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് അരച്ചെടുക്കാനുള്ളത് കൊണ്ട് വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് സമയം അടച്ചു വെച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇത് 10 മിനിറ്റ് വെച്ച് ചൂടാറിയതിന് ശേഷം
വേണ്ടിക്കൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് അരച്ചെടുക്കുന്നത് കൊണ്ട് ഒരു 6 ഐസ് ക്യൂബ്സ് ഇട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണ്. പേസ്റ്റ് പോലെ അരച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. ഇനി സെയിം പാനിൽ മുന്നേ ഫ്രൈ ചെയ്തതിൽ നിന്ന് മാറ്റിവെച്ച കുറച്ച് ഓയിലെടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പാണ് ചേർക്കേണ്ടത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ അരക്കാൻ ഉപയോഗിച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ അതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കട്ടിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് ഞാൻ ഇത്രയേ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ കസൂരി മെത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് കറിയിലെ ഉപ്പും അയവുമൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. കറിയൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇറക്കി വെക്കാം. നല്ല ടേസ്റ്റിയായ മേത്തി ചിക്കൻ കറിയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈയുമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.